ഹായ്, എല്ലാവർക്കും പേ ഔട്ട് അക്കൗണ്ടിൻ്റെയാണ് സംശയം. ഒരുപാട് ആളുകൾ കൂടുതലും മെസ്സേജ് പേ ഔട്ട് അക്കൗണ്ടിൻ്റെയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യരുത്. ഇനി മുന്നോട്ടായാലും ഇനി ചെയ്യാനുള്ളവരായാലും പെട്ടെന്ന് ചെയ്യരുത്. സാവധാനം സമയമെടുത്ത് ഓരോന്നും വായിച്ച് മനസ്സിലാക്കി അറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. വേറെ പ്ലാറ്റ്ഫോം പോലെയല്ല. ഫേസ്ബുക്കിലൊന്ന് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല മെനക്കേടാണ്. അതുകൊണ്ട് തന്നെ അറിയത്തില്ലാത്ത കാര്യങ്ങൾ നോക്കി അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. പേ ഔട്ട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ടാബിലാണ് നോട്ടിഫിക്കേഷൻ വരിക. ആദ്യമേ ഞാൻ പറയാം, നിങ്ങൾക്ക് ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ തരും, അല്ലാണ്ട് നിങ്ങൾ എവിടെയും സെറ്റിംഗ്സിൽ പോയി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കുറച്ച് പേർക്ക് പൈസ വന്നു തുടങ്ങിയതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പൈസ വരുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ തരും. ഇനി എൻ്റെ കേസിലാണെങ്കിൽ പൈസയും വരാണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ അപ്രൂവ് ആകാണ്ടാണ് എനിക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് മോണിറ്റൈസേഷൻ ടാബിലാണ് കിട്ടുന്നത്. ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ ടാബ് എടുക്കുമ്പോൾ ഇതേപോലെയാണ് കാണുക. സെറ്റപ്പ് യുവർ പേ ഔട്ട് അക്കൗണ്ട് ടു ഗെറ്റ് പെയ്ഡ്. പ്രധാനമായിട്ടും 4 പേജാണ് വരുന്നത്. 5ാമത്തെ പേജോട് ടാക്സ് ഇൻഫർമേഷൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് നീട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ടാക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഇതേപോലെ വരുമ്പോഴത്തേക്കും ആ സെറ്റപ്പ് പേ ഔട്ട് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് പേജ് വരും. അവിടെ ലീഗൽ ഫസ്റ്റ് നെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. ലീഗൽ ഫസ്റ്റ് നെയിം എന്നുള്ളത് നിങ്ങളുടെ ബാങ്കിലെ ഫസ്റ്റ് നെയിം ഇല്ലേ, അത് കൊടുക്കുക. അല്ലാണ്ട് ഫേസ്ബുക്കിലെ പേരല്ല കൊടുക്കേണ്ടത്. ഫേസ്ബുക്കിലെ പേര് നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ പേര് അല്ലെങ്കിൽ പേജിന്റെ പേര് എന്തോ ആയിക്കോട്ടെ, അതും ബാങ്കിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ബാങ്കിലെ ഒഫീഷ്യൽ പേര്, അതായത് നിങ്ങളുടെ ID കാർഡിലെ ഒഫീഷ്യൽ പേര്, അതിന്റെ ലീഗൽ ഫസ്റ്റ് നെയിം നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ലീഗൽ ലാസ്റ്റ് നെയിം കുറെ അധികം പേര് പറയുന്നുണ്ട്, അവിടെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് സെക്കൻഡ് നെയിം ആയിട്ടുണ്ടെങ്കിൽ, സർനെയിം ഉണ്ടെങ്കിൽ അത് അവിടെ ആഡ് ചെയ്യാം. ഞാൻ അവിടെ സർനെയിം ആണ് കൊടുത്തത്, ഡോട്ട് കൊടുത്തിട്ടില്ല. അവിടെ നമ്മുടെ സെക്കൻഡ് നെയിം കൊടുക്കുക. ഇനി അത് ലീഗൽ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എന്നുള്ള കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങളുടെ പേര്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം എന്താ പറയാം, ഓക്കെ, അബിൻ ജോസഫ്. അബിൻ ജോസഫ് എന്നുള്ളതാണെങ്കിൽ ലീഗൽ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ അബിൻ എന്ന് വരും, ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ ജോസഫ് എന്നുള്ള വരും. അതായത് 2 പേര്, നിങ്ങളുടെ ആദ്യ പേരും നിങ്ങളുടെ സർനെയിം, നിങ്ങളുടെ അവസാന പേരും, നടുക്കൊരു പേരുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളത് ചെയ്യണ്ട, ഇവിടെ അത് വരുന്നില്ല. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. അവിടെ തെറ്റായിട്ട് മെൻഷൻ ചെയ്യരുത്. കുറേ ഫേക്ക് ID ഉള്ളവരോടും കൂടിയാണ് പറയുന്നത്. സോ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ താഴെ കൺട്രി, ഓഫ് കോഴ്സ് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കാം. നിങ്ങളുടെ രാജ്യം ഏതാണോ ആ രാജ്യത്ത് കൊടുക്കാം. കാരണം നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ രൂപ ആയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറുന്നത്. നിങ്ങൾ UAE-യിലാണെങ്കിൽ ദിർഹംസ് ആയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറുന്നത്. US-ലാണ് ആ ഡോളർ ആയിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറും. നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ ലോക്കൽ കറൻസി വെച്ചിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഫേസ്ബുക്ക് പൈസ തരുന്നത്. കണ്ടിട്ട് നമ്മൾ ഇന്ത്യ കൊടുക്കുന്നു. നെക്സ്റ്റ് അടിക്കുമ്പോൾ 2ാമത്തെ പേജ് കാണുന്നു. 2ാമത്തെ പേജിൽ 2 ഓപ്ഷൻ, വീണ്ടും കൺട്രി ചോദിക്കുന്നുണ്ട്, അതേപോലെ ബിസിനസ് ടൈപ്പും ചോദിക്കുന്നുണ്ട്. കൺട്രി നിങ്ങൾ ഇന്ത്യ കൊടുക്കുക. ഞാനിപ്പം ഏകദേശം ഒരു ഇന്ത്യ ലെവലിലാണ്, നമ്മുടെ കൂടുതൽ ആൾക്കാരും ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഇന്ത്യ എന്നാണ് ഞാൻ പറയുന്നത്. കൺട്രി ഇന്ത്യ കൊടുക്കുന്നു. ബിസിനസ് ടൈപ്പ് എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇൻഡിവിജ്വൽ സോൾ പ്രൊപ്പറേറ്റർ, പാർട്ണർഷിപ്സ്, ജോയിന്റ് വെഞ്ചർ, LLC, പബ്ലിക് കോർപ്പറേഷൻ, പ്രൈവറ്റ് കോർപ്പറേഷൻ, അതേപോലെ ഗവൺമെന്റ്, നോൺ പ്രോഫിറ്റ്. ഈ നോൺ പ്രോഫിറ്റ് കുറേ പേര് കൊടുക്കുന്നുണ്ട്. ബിസിനസിന്റെ പ്രൈവറ്റും പബ്ലിക്കും കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അല്ല കൊടുക്കേണ്ടത്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ. കാരണം നിങ്ങളൊരു വ്യക്തിയാണ് അല്ലേ. നിങ്ങളുടെ ഈ ഫേസ്ബുക്കിന്റെ പേജിന്റെ ഈ ഉടമ നിങ്ങൾ മാത്രമാണ്. അതിനകത്തത് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ വേറൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിന്റെയോ ഒന്നും അല്ല, നിങ്ങളുടെ സ്വന്തമാണ്. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ കൊടുക്കേണ്ടത് ആവശ്യം, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ കൊടുക്കുക. കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എൻ്റർ യുവർ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് അവിടെ ലീഗൽ ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. ഇതും നേരത്തെ കൊടുക്കുക. അബിൻ ജോസഫ് ആണ് നിങ്ങളുടെ പേരെങ്കിൽ അബിൻ എന്നുള്ളത് ഫസ്റ്റ് നെയിം കൊടുക്കുക. തൊട്ട് താഴെ ലീഗൽ മിഡിൽ നെയിം ആണ് ചോദിക്കുന്നത്. ലീഗൽ മിഡിൽ നെയിമിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അബിൻ വേറെ എന്തെങ്കിലും അബിൻ P ജോസഫ് ആണെങ്കിൽ ലീഗൽ ആ മിഡിൽ നെയിമിൻ്റെ അവിടെ P കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് മിഡിൽ നെയിം ഇല്ലാന്ന് കൂട്ടിക്കും, വെറും അബിൻ ജോസഫ് എന്നാണെങ്കിൽ അവിടെ ഒന്നും കൊടുക്കണ്ട. നേരെ താഴെ ലീഗൽ ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ ജോസഫ് എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് 3 പേരാണോ ഉള്ളെങ്കിൽ നടുക്കത്തെ പേര് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ കൊടുക്കുക. ഫസ്റ്റ് നെയിം അവിടെ കൊടുക്കുക. ലാസ്റ്റ് നെയിം നിങ്ങളുടെ ജോസഫ് എന്നുള്ളത് ലാസ്റ്റ് നെയിമിൽ കൊടുക്കുക. തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. തൊട്ട് മുമ്പിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ സെയിം, മാറിപ്പോകാണ്ട് ഡേറ്റ് പോലും മാറേണ്ട, പിന്നെയും ചെക്ക് ചെയ്യുക. സമാധാനത്തോടെ ചെയ്താൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ പേജ് കുറച്ച് ക്ലിയർ കുറവുണ്ട്. നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീട് എവിടെയാണോ അവിടുത്തെ നോർമൽ ലോക്കൽ അഡ്രസ്, ഹോം അഡ്രസ്, അതാണ് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങളുടെ ജില്ല ചോദിക്കുന്നുണ്ട്, സിറ്റി ചോദിക്കുന്നുണ്ട്, സിപ്പ് കോഡ്, നിങ്ങളുടെ പോസ്റ്റൽ കോഡ് ചോദിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഹൗസ് നെയിം എല്ലാം ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അവിടുന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും 0091 വരും. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാം.
തൊട്ട് താഴെ ഇമെയിൽ ID കൊടുക്കുക. അതിനും തൊട്ട് താഴെ പാൻ നമ്പർ ചോദിക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആകുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ ആണോ എന്നുള്ളത്. അക്കൗണ്ട് നമ്പർ അല്ല കൊടുക്കേണ്ടത്. പാൻ നമ്പർ എന്ന് പറഞ്ഞാൽ പാൻ കാർഡിന്റെ നമ്പറാണ് കൊടുക്കേണ്ടത്. പാൻ കാർഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് കുറെ പേര് ചോദിച്ചു. പറഞ്ഞുതരാം. പാൻ കാർഡ് നിർബന്ധമാണ്. കാരണം ഇതൊരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ്. ഇന്ത്യയിൽ നിന്നല്ല ഈ പൈസ വരുന്നത്. സോ ഔട്ട് ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് പാൻ കാർഡ് നിർബന്ധമാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ 50,000 മുകളിൽ ഇത് കൈകാര്യം ചെയ്യണമെങ്കിലും പാൻ കാർഡ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പാൻ കാർഡ് ഇല്ലെങ്കിൽ ആദ്യം അത് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. പാൻ കാർഡിലും ഈ ഒരു പേര് തന്നെ ആയിരിക്കണം. കാരണം നിങ്ങളുടെ ഒഫീഷ്യൽ ID-യിൽ ഈ അബിൻ ജോസഫ് എന്ന് തന്നെ ആയിരിക്കണം. അപ്പൊ ആ പേര് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് വേറെ പേര്, പാൻ കാർഡിൽ വേറെ പേര് അല്ല. ഈ അബിൻ ജോസഫിന്റെ പാൻ കാർഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. പാൻ കാർഡ് നിങ്ങൾക്കില്ല, പക്ഷെ നിങ്ങൾ കൊടുത്തേക്കും നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നടക്കൂല. ആരുടെ പേരിലാണോ പാൻ കാർഡ് ഉള്ളത് അയാളുടെ പേര് നിങ്ങൾക്കറിയാം. ഇപ്പം അബിൻ ജോസഫിന്റെ പേരിലാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളത്, പക്ഷെ പുള്ളിക്ക് പാൻ കാർഡ് ഇല്ല. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ വൈഫിന്റെയോ ഫാമിലി റിലേറ്റീവിന്റെയോ പേരിലുള്ള അക്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. ആ അക്കൗണ്ടിലെ പേര് തന്നെ ആയിരിക്കണം നിങ്ങൾ ലീഗൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഉപയോഗിക്കേണ്ടത്. അവരുടെ പാൻ കാർഡിന്റെ നമ്പർ ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ പാൻ കാർഡിന്റെ എങ്ങനെയാണോ അത് വലിയക്ഷരമെങ്കിൽ വലിയക്ഷരം, ചെറിയ അക്ഷരമെങ്കിൽ ചെറിയ അക്ഷരം വരാറില്ല. വലിയ അക്ഷരത്തിൽ തന്നെ ഉള്ള എല്ലാം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. പാൻ കാർഡിൽ ഓയും സീറോയും മാറിപ്പോകരുത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ തൊട്ട് താഴെയുള്ള ബോക്സ് ടിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. 4ാമത്തെ പേജ്, ഫൈനൽ പേജ്, ബാങ്ക് ട്രാൻസ്ഫർ. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എങ്ങനെയാണ്, ഏത് മാർഗമാണ് പൈസ വരേണ്ടതെന്നാണ് ഫേസ്ബുക്ക് ചോദിക്കുന്നത്. 3 മാർഗങ്ങളാണ് ഫേസ്ബുക്ക് തരുന്ന ഓപ്ഷൻ. 1ാമത്തെ ഓപ്ഷൻ ബാങ്ക് ട്രാൻസ്ഫർ. എന്താണ് ബാങ്ക് ട്രാൻസ്ഫർ? പറഞ്ഞുതരാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നേരിട്ട് പൈസ വരുന്നു. അത് തന്നെയാണ് 3 ഓപ്ഷൻസും, പക്ഷെ 3 വെവ്വേറെ രീതികളിലാണ് പൈസ വരുന്നതെന്ന് മാത്രം. 1ാമത്തെ ബാങ്ക് ട്രാൻസ്ഫർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ IFSC കോഡും മാത്രമാണ് ചോദിക്കുന്നത്. അത് രണ്ടും മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫറിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ബാങ്ക് ട്രാൻസ്ഫർ എടുക്കുമ്പോഴും അവിടെ ലീഗൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ രാജ്യം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ ലോക്കൽ കറൻസിയായ ഇന്ത്യൻ രൂപ അവിടെ കാണിക്കും. INR നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ലീഗൽ ഫസ്റ്റ് നെയിം നിങ്ങളുടെ കൊടുക്കുക. മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട, ഡോട്ട് പോലും ഇടണ്ട. ലാസ്റ്റ് നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ IFSC കോഡ് ചോദിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ലോക്കൽ കറൻസി കൊടുത്തതിന് ശേഷം അടുത്ത ഓപ്ഷൻസ് ആണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഇവിടെയാണ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ടത്, ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ടത്. അത് കൊടുത്ത് 2ാമത്തെ ഓപ്ഷൻ IFSC കോഡ്. IFSC കോഡ് കൊടുക്കുമ്പോൾ കുറെ അധികം ആൾക്കാർക്ക് തെറ്റുപറ്റുന്നതാണ് സീറോയും ഓയും. ബാങ്കിന്റെ IFSC കോഡ് അടിക്കുമ്പോൾ 00014 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് സീറോയ്ക്ക് പകരം O അടിക്കും. ഇനി O ആണെങ്കിൽ Oയ്ക്ക് പകരം 0 അടിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ പാസ്ബുക്കിൽ IFSC കോഡ് ഉണ്ടാവും. ഇനി അതും അറിയത്തില്ല, പാസ്ബുക്ക് കാണുന്നില്ല എന്നാണെങ്കിൽ നേരെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഏതാണോ ബാങ്ക്, ഏതാണോ ശാഖ, ആ ശാഖയിൽ IFSC കോഡ് ഫോർ ഇന്ന ശാഖയിൽ ഇന്ന ബാങ്കിൽ അടിച്ചു കൊടുത്താൽ കറക്റ്റ് IFSC കോഡ് ഗൂഗിളിൽ കിട്ടും. അപ്പം അവിടുന്ന് നെക്സ്റ്റ് അടിച്ച് ലിങ്ക് പേ ഔട്ട് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ കാണാം. ലിങ്ക് പേ ഔട്ട് മെത്തേഡ് എന്ന് കഴിയുമ്പോൾ 4ാമത്തെ പേജ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ടാക്സ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻസിലോട്ടാണ് പോകുന്നത്. 2ാമത്തെ ഓപ്ഷൻ ഒന്നും കൂടെ പുറകോട്ട് വന്ന് ഈ ബാങ്ക് ട്രാൻസ്ഫറിന് പകരം വയർ ട്രാൻസ്ഫർ. ഈ ബാങ്ക് ട്രാൻസ്ഫറിൽ $25 ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവും. $25 അതിൽ കൂടുതലോ എത്ര ആണെങ്കിലും അത് എപ്പോഴാണോ ആകുന്നത് ആ സമയത്താണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറുന്നത്. 2ാമത്തെ ഓപ്ഷൻ വയർ ട്രാൻസ്ഫർ. $100 അല്ലെങ്കിൽ 100ന് മുകളിൽ എപ്പോഴാണോ ആകുന്നത് ആ സമയത്ത് മാത്രമാണ് വയർ ട്രാൻസ്ഫർ വഴി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ കയറുന്നത്. ഈ പേപാൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ്. നമ്മൾ പേപാൽ അക്കൗണ്ടുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിൽ എപ്പോഴാണോ ഈ $25 നമ്മുടെ അക്കൗണ്ടിലാകുന്നത്, ഫേസ്ബുക്ക് അക്കൗണ്ടിലാകുന്നത്, അത് ആ എമൗണ്ട് അതേപോലെ പേപാൽ ത്രൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് കയറുന്നത്. 2ാമത്തെ ഓപ്ഷൻ വയർ ട്രാൻസ്ഫർ. ഇതിലും സെയിം ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, IFSC കോഡ് ചോദിക്കുന്നുണ്ട്, സ്വിഫ്റ്റ് കോഡ് ചോദിക്കുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് സ്വിഫ്റ്റ് കോഡ് IFSC കോഡും രണ്ടും രണ്ടാണ്, ഒന്നല്ല. ഈ സ്വിഫ്റ്റ് കോഡ് നിങ്ങൾക്ക് പാസ്ബുക്കിൽ കാണാൻ സാധിക്കില്ല, ഗൂഗിൾ ക്രോമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടാൻ സാധ്യതയില്ല. നേരെ ബാങ്കിൽ പോയി ചോദിക്കുക അക്കൗണ്ടിന്റെ സ്വിഫ്റ്റ് കോഡ് എന്താണെന്നുള്ളത് അവിടുന്ന് കിട്ടും. അങ്ങനെ സ്വിഫ്റ്റ് കോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വയർ ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് $100 എപ്പോഴാണോ ആകുന്നത് അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടും. 3ാമത്തെ ഓപ്ഷൻ പേപാൽ. ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്തത് ബാങ്ക് ട്രാൻസ്ഫറിന് ഏറ്റവും എളുപ്പമുള്ളത് ബാങ്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുത്താൽ മാത്രം മതി. കഴിവതും ഗ്രാമീണ ബാങ്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോക്കൽ ബാങ്കുകളെല്ലാം ഒഴിവാക്കി ഫെഡറൽ ബാങ്കോ HDFCയോ SBIയോ പോലുള്ള ബാങ്കുകൾ നിങ്ങൾ നൽകാൻ ശ്രമിക്കുക. ബാങ്ക് ട്രാൻസ്ഫറിൽ $25 ഓപ്ഷൻ വന്നത് മാർച്ചിന് ശേഷമാണ്. അതുവരെ $100 ആയിരുന്നു. എന്നാൽ ഇപ്പം $25 ആയിട്ടുണ്ടെങ്കിൽ ബാങ്കിലോട്ട് നിങ്ങൾക്ക് വരും. പേപാലും $25 ആയിട്ടുണ്ടെങ്കിൽ വരും. ഇത് 3ൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം ലിങ്ക് പേ ഔട്ട് മെത്തേഡ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേ ഔട്ട് അക്കൗണ്ടിന്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് ടാക്സ് ഇൻഫോ. ഞാനത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത് ഓൾറെഡി ലെങ്തി വീഡിയോ എന്നറിയാം. 5ാമത്തെ പേജായിട്ട് വരുന്നതാണ് ഈ കാണുന്ന ടാക്സ് ഇൻഫോ പേജ്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ ഇടാം.